24/7 സത്യം പറയട്ടെ. ഓം വിഘ്നേശ്വര പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ ആകെ ഹൃദയ പരിച്ഛേദമാണ് നിങ്ങൾ ഈ കാണുന്നത്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന്റെ ആകാശത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്നെയും ന്യൂസ് മലയാളത്തെയും കാണുന്നതാണ് കേരളത്തിന്റെ മനസാക്ഷി, കേരളത്തിന്റെ നേർചിത്രം. പാളയത്തെ ഗണപതി ക്ഷേത്രം, ജുമാ മസ്ജിദ്, സെന്റ് ജോസഫ് കത്തീഡ്രൽ, ഈ 3 മഹാദേവാലയങ്ങളും ഒരേ മണ്ണിൽ ഒന്നോടൊന്ന് ചേർന്നാണ് നിലകൊള്ളുന്നത്. അതാണ് നമ്മുടെ കേരളത്തിന്റെ സഹജീവനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, മതേതരത്തിന്റെ അടയാള സ്ഥലം. 18ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് പാളയത്തെ ഗണപതി ക്ഷേത്രം. ശരിക്കും പറഞ്ഞാൽ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത്. 1814 പണികഴിപ്പിച്ചു പാളയത്തെ ജുമാ മസ്ജിദ്. ഒപ്പം 150 വർഷത്തിലേറെ ചരിത്രം പറയാനുണ്ട് പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിലും. അങ്ങനെ കേരളത്തിനാകെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല സന്ദേശം പകർന്നു നൽകുന്ന ഈ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ ന്യൂസ് മലയാളം 24/7 നിങ്ങളെ കണ്ടു തുടങ്ങുന്നത്. സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു ജീവിക്കുമ്പോഴും കേരളത്തിന്റെ മതേതര സൗഹൃദ വിശ്വാസ സ്നേഹ ജീവിതം പുലർത്തുന്ന 3.25 കോടി മലയാളികളുടെ മനസ്സിലേക്കാണ് ഞങ്ങൾ ന്യൂസ് മലയാളം 24/7 ഇന്ന് വന്നു ചേരുന്നത്. പതിവ് വാർത്താ ചാനലുകളുടെ രീതിയിൽ നിന്നും മാറി സ്വന്തമായ ഒരു പാതയിലൂടെയാകും ഞങ്ങളുടെ സഞ്ചാരം. അപ്പോഴും മലയാളികളുടെ സാഹോദര്യ ജീവിത രീതികളെ കാത്തു സൂക്ഷിക്കാനും ഞങ്ങൾ മറക്കില്ല. അപ്പോൾ ഞങ്ങൾക്കൊപ്പം ചേരുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് ന്യൂസ് മലയാളം 24/7. നല്ല വാർത്തകളുടെ ഭാവിക്കായി നമുക്ക് ഒന്നിച്ച് യാത്ര തുടങ്ങാം.